തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിലയുള്ള നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധാത്മാവ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന കൃപയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞവരാണ്. നമ്മൾ ഓരോരുത്തരിലും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല. അപ്പോസ്തലപ്രവർത്തനം 2:17 പറയുന്നു, ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്: അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പ്രതികാര ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുവാൻ അത് തടസ്സമാകും. എന്നാൽ അവനെ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്കും അവരിലേക്കും കടന്നു വരും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും ഒരുക്കമുള്ളവരായിരിക്കണം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ്, സമ്പത്താണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവർത്തനം 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മുടെ ശക്തിയുടെ ഉറവിടമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളും മറ്റാർക്കും നമ്മളെ ഒന്ന് സഹായിക്കാൻ പോലും പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള അവസ്ഥയും നമ്മൾ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അസാധ്യമായതെല്ലാം അത്ഭുതകരമായി നടക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം അനുഭവിച്ച നിമിഷം തന്നെ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മിലേക്കും ആ കൃപ കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശു തമ്പുരാൻ സഖേവുസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ മനുഷ്യനുണ്ടായ മാനസാന്തരവും അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:46 എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സഹനത്തിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സമാധാനവുമാണ്. എല്ലാ സഹനങ്ങളും പരാതിയോ പരിഭവമോ കൂടാതെ പരിശുദ്ധമ്മ ദൈവഹിതത്തിന് സമർപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അപ്പോൾ അവൾ അനുഭവിച്ചറിഞ്ഞു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം നമുക്ക് ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതെ അന്ത്യം വരെയും കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തുന്നു. നന്ദി.